goes like this. We'll get in your car and you'll need to kiss me. We'll talk for hours and lay on the backseat. നീ കവിതകളാ ഞാനെന്നാ വീട്ടിൽ പോണേ. ബായ്. കയൽ വിഴിയേ நான் நிகழ்வதுவா கடந்ததுவா பதில் மொழியே உன்னோடு നാശത്തിനൊക്കെ ഏത് നേരത്താണോ എനിക്ക് പ്രസവിക്കാൻ തോന്നിയത്? ഇത് വന്നപ്പോ മുതൽ തുടങ്ങിയ കഷ്ടകാല. പോയി ചത്തോളെ നിനക്ക്. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? നീ ഒരൊറ്റ ഒരുത്തനാ. രൂപി നീ എവിടെയാ? വീട്ടില്. അവനെന്തി? ആ മൂലയല്ലായിരുന്നു മോങ്ങുന്നുണ്ടാവും. എന്റെ ജോസഫ്, എനിക്ക് വയ്യ. ഇതിന് എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം. രൂപി ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യുന്നേ? പറച്ചിൽ അടുത്തൊന്നും എന്റെ മാത്രം പ്രശ്നമാണ്. അവരെന്നാ പറഞ്ഞേ? ഒരു കൊച്ചിന്റെ അമ്മയായോണ്ട് എനിക്ക് അതിനുള്ള ബോഡി ഷേപ്പ് ഇല്ലെന്ന്. അതിന് മാത്രം വലിയ പ്രശ്നമൊന്നും നിനക്കില്ലല്ലോ. ഒരു കൊച്ചിന്റെ അമ്മയാന്നൊന്നും പറയാ. അതിന് നിങ്ങൾക്ക് മോഡലിനെ പറ്റി എന്താ അറിയാം? ഇവിടെ കിടന്ന് ഇങ്ങനെ ഓർഡർ ഇടുന്ന പോലെ ഒന്നും അല്ല അവിടെ. എത്രയുടെയാ? 3 കോടി. അത്രയോ? ഇത്രയും കാലം അതിന്റെ അംബാസിഡർ നീ അല്ലായിരുന്നോ? പെട്ടെന്ന് തന്നെ ആരെയിപ്പം അതിന് വരെ എടുത്തേ? ജാസ്മിൻ. അവളാണോ ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ആ ചെക്കന് നീ വല്ലതും ചെയ്തോ? പാടുണ്ടോ? ഇല്ല, അകത്താ. മര്യാദക്ക് വല്ലതും ഇരുന്നു. അതെങ്ങാനും ഈ കാര്യം ആരുടെയും പറഞ്ഞാൽ അകത്തുണ്ടതില്ല. അങ്ങനെ എങ്ങാനും നടന്ന അതിനെ ഞാൻ കൊല്ലുമെന്ന് അതിനറിയാം. നീ അവിടെ ഇരുന്ന് കുറച്ച് റെസ്റ്റ് എടുക്കും. പിന്നെ റെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണല്ലോ. നിങ്ങൾക്ക് വല്ലതും അറിയണോ? ഒരെണ്ണത്തിനെ പറ്റ ആണുങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾക്കല്ലേ എല്ലാം. അത് ഞാനിപ്പോ എന്തോ ചെയ്യണം? നിന്റെ കൂടെ ഇരുന്ന് കാര്യമാണോ? ഒന്ന് വെച്ചിട്ട് പോ. എന്നാന്ന് വെച്ചാ കാണിക്കും.
അല്ല, നല്ല മഴയല്ലേ, ഞാൻ ഇവിടെ ചുമ്മാ ഒന്ന് പുറത്തിറങ്ങാമെന്ന് നിന്നതാ. നീ കരഞ്ഞോ? ഇല്ല, മഴ ആയതുകൊണ്ടായിരിക്കും. ഇതാ നിന്റെ വീടേ, നീ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ വീട്ടിലോട്ട് കുറച്ച് സാധനം വാങ്ങാൻ വന്നയോ. എന്നാ നീ കയറി, മഴയല്ലേ. നിന്റെ അച്ഛനും അമ്മയും? അച്ഛൻ ദുബായിലാ, അമ്മയ്ക്ക് ഡ്യൂട്ടി ഉണ്ട്. നിന്റെ മുഖം എന്നാടാ ചുമന്ന് കരഞ്ഞ പോലെ ഇരിക്കുന്നേ? അത് മഴയല്ലായിരുന്നോടാ, ഞാനൊന്ന് കാറ്റുവെള്ളം ഇറങ്ങിയതാ, അപ്പതേ മഴയും മുഖത്തടിച്ചല്ല. നീ ഓക്കെ അല്ലേ? ഞാൻ തോർത്തെടുത്തോണ്ട് വരാം. നീ എന്തിനാടാ അവിടെ വെച്ച് പേടിച്ചോടി വന്ന? പേടിയോ? എനിക്കോ? ഞാൻ നിന്നെ കണ്ടതിൽ ഓടി വന്നതാ, പേടിച്ചിട്ടൊന്നുമല്ല. അപ്പൊ നീ ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? അമ്മ വരും, അല്ലാത്തപ്പോ ഒറ്റയ്ക്കാ. എൻ്റെ ഇട, എന്നാ നീ അങ്ങോട്ട് വന്നൂടെ? ഞാനും മിക്കവാറും അവിടെ ഒറ്റയ്ക്കാ, അവരെപ്പോഴും ബിസി ആയിരിക്കും. ഏടാ, ഞാനെന്നാ ഇറങ്ങിയേക്കും കേട്ടോ, ഒത്തിരി നേരമായി. അമ്മ പറഞ്ഞ് ഇനിയിപ്പോൾ ദേഷ്യപ്പെടും. നാളെ ക്ലാസ്സിൽ കാണാം. എടാ, ഞാനും വരണോ? ഒന്ന് പോടാ അവിടുന്ന്, ഞാൻ തോന്നി നിന്റെ കിട്ടിയോളോ. യോ, എന്നാടാ ഒരു മൂകത? എടാ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്നാടാ? അല്ലേ വേണ്ട. ചെറ്റ ഒരുമാതിരി ഇങ്ങനത്തെ തെണ്ടിത്തരം പറയല്ലേ, പറയടാ. അത് നാളെ എക്സാം തുടങ്ങുമോ? നീ പഠിക്കാൻ തുടങ്ങിയോ? അത് ചോദിക്കാനാണോ നീ ഇത്ര ബിൽഡപ്പിട്ടെ? ഒരെണ്ണ അങ്ങ് തന്നാണല്ലോ, പേടിച്ചു ചെയ്യും. അതിൻ്റെ മുഖതയാണോ എൻ്റെ മൊത്ത്? കുഴപ്പമില്ല, നീയോ? ഞാൻ പഠിക്കുന്നു. ബ്രോ, ബെസ്റ്റ് ഓഫ് ലക്ക്. അളിയാ, ആ പിന്നെ എവിടെയെങ്കിലും അലച്ചതില്ലേ വീണ് കാണുമല്ലേ? എന്റെ മോനെ, നിനക്ക് ഇതേ പണിയുള്ളോ? ഒന്ന് നിലത്തൊക്കെ നോക്കി പോടാവേ, ദേഹം മുഴുവനും പരിക്ക. ബ്രോ, ഏടാനല്ലേ? നൈസ് ടു മീറ്റ് യു. ഞാൻ ബെഞ്ചമിൻ. ഹായ്. അതെന്നാടാ, നീ മൈക്കോട് മാത്രമേ മിണ്ടത്തുള്ളൂ? ചുമ്മാ പറഞ്ഞതാ ബ്രോ, നമുക്ക് പിന്നെ ഒന്ന് വിശദമായി പരിചയപ്പെടണം. ഇപ്പൊ മോർണിംഗ് വന്നേ, ഇന്നലെ വാങ്ങിത്തരാന്ന് പറഞ്ഞ സിപ്പപ്പ്. കമോൺ കമോൺ. सुनता नहीं मैं ज्यादा बोले जो जहां मेरे दिल में बड़ी है शांति मेरा बस चले तो रोज संडे हो यहाँ पर जनता नहीं ये मानती बुरी नजर वाले तेरा भी हो भला रे तू मेरे साथ गा ले जरा मैं जिंदगी की विंडो सीट पे चला हूँ दिल की मस्त बीट पे ये धड़कने हैं रिपीट पे നീയോ? നീയല്ലേ പറഞ്ഞ ഒറ്റയ്ക്കാണെങ്കിൽ ഒക്കെ ഇങ്ങോട്ട് വരാൻ. പിന്നെ എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. ഓ നൈസ്, വാടാ അകത്ത് വാ. 감정들에 무뎌지는 감각 언제부턴가 익숙해져 버린 마음을 എടാ, എന്നാ ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി. 난 어디쯤에 와 있나 എടാ, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? 돌아보는 것도
അല്ല, നീ ഒന്നും കഴിക്കുന്നൊന്നുമില്ലേ? വല്ലാണ്ട് മെലിഞ്ഞു പോയല്ലോ, നല്ല ക്ഷീണം തോന്നുന്നു. എന്താടാ? ഏയ് ഒന്നുമില്ല, പരീക്ഷയൊക്കെ അല്ലേ, അപ്പോൾ പഠിത്തമൊക്കെ ആയതുകൊണ്ടാ. ആ കണ്ണിലെന്തോ പോയി. എന്നിട്ട് പോയോ? പോയി. എന്നാ ശരിയടാ, നാളെ കാണാം. ഓക്കെ ബൈ. 마음이 가는 대로 있는 그대로 수많은 별이 그렸듯이 언제나 같은 자리 제 몫의 빛으로 환하게 비출 테니 숨기지 말고 너를 보여줄래 편히 네 모습 그대로 그래 괜찮아 എടാ, അവൻ എന്തി? അവന്റെ അമ്മയ്ക്ക് ഏതാണ്ട് അവാർഡൊക്കെ ഉണ്ട്. ഇന്ന് ഒരു ഫാമിലി ആയിട്ട് അവിടെ പോയേക്കുക. I'm on the run with you, my sweet love. There's nothing wrong. Contemplating God under the chemtrails over the country club. Wearing our jewels in the swimming pool. Me and my sister just playing it cool under the chemtrails over the country club. എന്ത് ഹാൻസം അല്ലേ മൈക്കി? And all of your jewels go to the market, the kids' swimming pool. Baby, what's your sign? My moon's in Leo, my Cancer is Sun. You won't play, you know fun. Well, I don't care what they think. പരീക്ഷ പിന്നെ മോനാണ് ആ റൂമിൽ നിന്ന് ഇറങ്ങാറുമില്ല. ഞാനൊന്ന് വരാൻ വിളിച്ച അവന് ജാട. മൈക്ക് മോനോ ജാടയോ? ഒരു മോന്റെ മുഖത്ത് നോക്കി നിനക്ക് എങ്ങനെ അങ്ങനെ പറയാൻ തോന്നുന്നു? ഇങ്ങനെ വന്നേ. എടാ, നീ അങ്ങ് വലുതായല്ലോ. അപ്പൻ്റെ എല്ലാം ഭംഗി അവന് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോനല്ലേ. എടാ, ഇവനെ ഒരു 2 ദിവസം അങ്ങോട്ട് വിടുവോ? പിള്ളേർക്ക് ഇവൻ എന്ന് പറഞ്ഞ ജീവൻ. എത്ര നാളായെന്നത് ഇവനല്ലേ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. അവന് പരീക്ഷ വയ്ക്കുക, അതൊക്കെ ഒന്ന് കഴിയട്ടെ. Coffee at the elementary schools. We laugh a it's beautiful how they sleep. No melody sounds all over me. I'm not bored or unhappy. I'm still so strange and wild. I'm in the water. Nobody's sun, nobody's daughter. Watching the chemtrails over the country club. യോ എടാ, എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ കുഴപ്പമില്ലായിരുന്നു. നിനക്കോ? വരുമ്പോൾ അറിയാം. നിനക്ക് എപ്പോഴും നല്ല മാർക്കല്ലേ? എന്നും പറഞ്ഞ് എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ. എന്തായാലും തീർന്ന്. ഇനി ഒന്ന് കിടന്ന് ഉറങ്ങണം. അവധിക്ക് എന്നാ പരിപാടി? പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്കും. നമുക്കെവിടെ? അല്ല, ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വരാം. 10 ദിവസം സമാധാനമായി. ക്രിസ്മസിന് എന്നാ പരിപാടി? അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വീട്ടിൽ പോവായിരിക്കും നാളെ കഴിഞ്ഞ്. നീയോ? നീ എവിടെയും പോകുന്നില്ലേ? ഞാനിപ്പോഴാണ് ഓർക്കുന്നത്. ഞാനും പോകുന്ന നാളെ കഴിഞ്ഞ്. അത് കഴിഞ്ഞ് പോയാലോ? അളിയ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നും എന്നെ വീട്ടിൽ കയറ്റൂല. ഞാൻ എവിടെ പോയി കിടക്കണമെന്ന് ആലോചിക്കുക. സമാധാനമായി. നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ജയിക്കും, അത് മതി. നിനക്ക് ഫുള്ളായിരിക്കുമല്ലോ പാർട്ടി. നാളെയും വരണമെന്നാണ് മിസ്സ് പറഞ്ഞു. എന്തിന്? ആൻസർ ഷീറ്റ് തരാൻ. ഈ പ്രാവശ്യം അവധിക്ക് മുന്നേ തരുമെന്ന്. എന്ത് കഷ്ടമായത്. അവധിക്ക് സമാധാനം തരൂലേ? എടാ, അവധിക്ക് നമുക്ക് എവിടെയെങ്കിലും പോയാലോ? സെറ്റ്. ക്രിസ്മസിൻ്റെ ബഹളമൊക്കെ കഴിഞ്ഞ് ഇറങ്ങാം. നീ പിന്നെ എന്നത്തെയും പോലെ ആയിരിക്കുമല്ലേ? ഈ പ്രാവശ്യം എങ്ങോട്ടാ? നിൻ്റെയൊക്കെ ഒരു ലക്ക്. എന്നാൽ ശരി, നാളെ കാണാം. ബായ്. അതെ, പേപ്പറൊക്കെ തരുവാണേ. എന്നിട്ട് അവധി കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവരും പേരൻസിൻ്റെ സൈൻ കൊണ്ടിട്ട് വരണം. മിസ്സേ, ഇതിപ്പം വേണമെന്നില്ല. അയ്യോ വേണം. അപ്പോൾ എന്നാ നിരത്തി പിടിച്ച് എല്ലാത്തിനും പൊട്ടി. ഒരെണ്ണം വെച്ച്. അതിനേലും ജയിച്ചല്ലോ. നിനക്ക്
2 പന്നി എല്ലാത്തിനും ഫുള്ള്. എൻ്റെ പൊന്നടാവ് ഇത് എങ്ങനെ സാധിക്കുന്നു അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഓഹ് എന്തു പാടാണ് ഈ റോബോട്ടോ. ഇനി ഒരെണ്ണം കൂടെ കിട്ടിയാൽ മതി. അതിനും കൂടെ കിട്ടിയാൽ മോൻ നീ സെഞ്ചുറി അടിച്ച്. നിനക്കെത്രയുണ്ട്? കുഴപ്പമില്ല, പൊട്ടിയിട്ടില്ല. മൈക്കി 49 out of 50. വെരി ഗുഡ്. അയ്യോ എൻ്റെ പൊന്നളിയെ എന്തുവാ ഇത്? 49. ഇതൊക്കെ ഞാൻ കണ്ടിട്ട് LKG എങ്ങാണ്ട് കണ്ടതാണ് ഈ മാർക്കൊക്കെ. പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല. പോട്ടളിയ യോഗം വേണം. അങ്ങനെ നമ്മുടെ ഈ പ്രാവശ്യത്തെ ഫസ്റ്റും മൈക്ക് തന്നെ. എടാ വാ വീട്ടിൽ പോകാം. കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. പോകണ്ടേ നമുക്ക്? അളിയാ പോവാണേ. എടാ 10 ദിവസം കഴിഞ്ഞപ്പോൾ കാണാം. ബൈ ബൈ. എന്നാടാ? ഒന്നുമില്ല, ഞാൻ പോവാണേ. അമ്മ നേരത്തെ വരണമെന്ന് പറഞ്ഞു. എന്നാ ഇത് അപ്പം ഞങ്ങളിങ്ങനെ വിട്ടാൽ ശരിയാവോ? ഇല്ലല്ലോ. അപ്പം ഇരുന്നോ. ഇരിക്കാൻ. നീ എവിടെയാ? വീട്ടിൽ. അവന് പാടുണ്ടോ? അവധിയായോണ്ട് വിഷയമില്ല. ഞാൻ ഇറങ്ങുവാ, നീ വെക്ക്. അതെ, ചെക്കൻ്റെ മണ്ട ഒരു കണ്ണ് വേണം. ഈ പ്രായമല്ല ചെയ്ത നമ്മക്കാ പോകുന്നത്. ഓക്കെ സർ. அமுதக்கடல் உனக்குத்தான், ஆறாமழை உனக்குத்தான், நீங்கா நிழல் உனக்குத்தான், நீ கண்மணி எனக்குத்தானே. பொருந்திப்போ நீ தோளோடு, மடியில் ஊஞ்சலாடு. പട്ടി തുറക്കടാ. എടാ തുറയടാ. നീ എന്നെ ഇവിടെ? എടാ ഇത് ഒത്തിരി അനങ്ങണ്ട, ഇവിടെ കിടന്നോ. ഇതല്ലേ അമ്മ വീട്. എനിക്കറിയാം, കള്ളം പറയണ്ട. നിന്റെ ദേഹത്തെ പാടൊക്കെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പിന്നെ നിന്റെ ഇടയ്ക്കത്തെ സ്വഭാവവും എക്സ്പ്രഷനും എല്ലാം കണ്ടപ്പോൾ മനസ്സിലായി. എന്തായാലും ഇത് കാണുമ്പോൾ സംഭവം എന്നായിരിക്കും എന്ന് മനസ്സിലാക്കാനൊക്കെ ഉള്ള ബുദ്ധി എനിക്കുണ്ട്. പിന്നെ നിന്റെ ആ നിർബന്ധിച്ചുള്ള ചിരിയും എന്നാലും ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലത്തെ നിന്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ ഉറപ്പായി. ഇന്നലെ മുതൽ ഞാൻ ഇവിടെ ഒന്ന് കയറിപ്പറ്റാൻ നോക്കുക, നടക്കുന്നില്ലായിരുന്നു. ഇവിടെ ഫുള്ള് ബോഡി ഗാർഡ്സ് ആയിരുന്നു. ഈ രാവിലെ പിന്നെ ആ ബുദ്ധി എനിക്ക് തോന്നി. ഇന്ന് രാവിലെ പോയി കടയിൽ പോയിട്ട് 2 ഒലപ്പടക്കം വാങ്ങിച്ചിട്ട് പൊട്ടിച്ച് ആ ഫ്രണ്ടിലോട്ടിട്ട്. അപ്പോൾ ഗാർഡ്സ് എല്ലാം അങ്ങോട്ട് പോയി. നിന്നെ ആരെങ്കിലും കണ്ടോ? ഇല്ലില്ല, ഏതെങ്കിലും കുരുത്തക്കെട്ട പിള്ളേരായിരിക്കും എന്ന് പറയുന്നത് ഞാൻ കേട്ടു. എന്നാ വെള്ളം. നീ നമ്മ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞിട്ട് അത് അവർ പോയി, ഞാൻ പോയില്ല. അതെന്നാ? നല്ല ചമയും ജലദോഷം. അവർ പറഞ്ഞു ഞാൻ വരണ്ടോ. നിനക്ക് പോലീസിനോട് പറഞ്ഞോടെ? കാര്യമില്ല, എല്ലാവരും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യത്തുള്ളൂ. നീ നേരത്തെ ചെയ്തിട്ടുണ്ടോ? കുഞ്ഞിലെ. ഇതതിന് കിട്ടിയതാ. നീ പൊക്കോ, നീ ഇവിടെ നിന്നാൽ നിനക്കും പണി കിട്ടും. വാ. അതിനാണെങ്കിൽ ഞാനിത്ര റിസ്ക് എടുത്ത് ഇവിടെ വരുമായിരുന്നു. എൻ്റെ വീട്ടുകാരുടെ കൂടെ പോവായിരുന്നു എനിക്ക്. എല്ലാവരും നിന്നോട് പറഞ്ഞല്ലേ എന്നോട് മിണ്ടണ്ടെന്ന്. എന്നിട്ട് നീ എന്നോട് എന്നാത്തിനാ മിണ്ടേ? എന്നോട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ ഫ്രണ്ട്ലി ആയിട്ട് മിണ്ടുന്നത്. എൻ്റെ പണ്ടത്തെ സ്കൂളിൽ ഒത്തിരി പേര് എന്നെ ബുള്ളി ചെയ്തിട്ടുണ്ട്, ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട്. അവിടുന്ന് പേടിച്ചാൽ ഞാൻ ഇങ്ങോട്ട് വന്നേ. ആ ചെറുക്കൻ്റെ പേരൻസൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. അതുകൊണ്ട് അവരെന്നാ ചെയ്താലും ഒരു കുഴപ്പമില്ല. അവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ ആൾക്കാരോട് പറഞ്ഞ് ഞാനെന്തോ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് അവിടെ നിന്ന് എന്നെ പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെല്ലാവരും വിശ്വസിച്ചു. അതെല്ലാവരും അങ്ങനെ പറയുന്നത്. ഇതവർ തന്നതാ.
സെയിം പിച്ച് അവിടെ തന്നെ എനിക്ക് ഒരുപാടുണ്ട്. ഞാനിവർക്ക് ആക്സിഡൻ്റലി പറഞ്ഞ മോനെ. ഇവർ കല്യാണം കഴിച്ചത് തന്നെ ഒരു കോൺട്രാക്റ്റിലാണ്. ഒരു ഇൻഡസ്ട്രിയിൽ ഫേമസ് ആയ ആളും പൊളിറ്റിക്കലി ഫേമസ് ആയ ആളും മാരീഡായ രണ്ടുപേർക്കും അത് പ്രോഫിറ്റാണ്. അതുകൊണ്ട് കല്യാണം കഴിച്ചതാണ്. അബദ്ധത്തിൽ ഞാൻ വന്നു. എന്നെ അബോട്ട് ചെയ്യുന്ന കാര്യം ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മീഡിയക്കാരിലോട്ട് ലീക്കായി. പിന്നെ എന്നെ കൊല്ലാനും പറ്റത്തില്ല. 2 ഫേമസ് ഫിഗറിന് ഒരു കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞാൽ സൊസൈറ്റി അതങ്ങ് ഏറ്റെടുക്കും. അവരൊത്തിരി ഹാപ്പിയാവും. അവർക്ക് പോപ്പുലാരിറ്റി കൂടും. അതാണ് ഇവിടെ എൻ്റെ റോള്. എന്നെ ഒരു പെർഫെക്റ്റായ സെലിബ്രിറ്റിയുടെ മോനാക്കണം. ഒരു കുറവും ഇല്ലാത്ത ഒരാൾ. എനിക്കിത് ആരോടെങ്കിലും പറഞ്ഞു തന്നെ. പറഞ്ഞാലൊന്നും ഒന്നും മാറാൻ പോകുന്നില്ല. കുറച്ചടി കൊണ്ടാണെങ്കിലും എനിക്ക് തിന്നാനും കുടിക്കാനെങ്കിലും ഇവർ തരുന്നുണ്ടല്ലോ. ഇതൊന്നും നീ ആരോടും പറയില്ല പ്ലീസ്. ഞാൻ കാല് പിടിക്കാം. നീ എന്നെ ഇങ്ങനെ, എന്നാണേലും നിൻ്റെ അച്ഛനും അമ്മയല്ലേ, സ്വന്തം ചോരയല്ലേ, അവർക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്? ഇതെല്ലാം അനുഭവിക്കാൻ മാത്രം നീ എന്നാ ചെയ്തിട്ടാ? ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. നീ എന്തിനാ ഇതൊക്കെ മിണ്ടാതിരുന്ന് സഹിക്കുന്നത്? നീ ഇങ്ങനെ വന്നേ. പേടിയായിട്ടാടാ. എനിക്ക് മേല അടി കൊള്ളുന്ന എനിക്കിപ്പോൾ ശീലം. ഇനിയിപ്പോൾ കുറേ നാളത്തേക്ക് രണ്ടുപേരും ഇവിടെ വരില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ, മരണം. പക്ഷേ ധൈര്യമില്ല, പേടിയാ. സത്യം എത്ര തവണ ഞാൻ നോക്കി ഇരിപ്പിക്കല്ലടാ പാട്ടി. പയ്യെ. അപ്പം നീ പറയുന്നിടത്തെല്ലാം സഹിക്കണമെന്നാണോ? ഒത്തിരി നാളത്തേക്ക് നീ ഇങ്ങോട്ടൊന്നും അവർ വരില്ല. അപ്പോൾ ഓക്കെ. ഇനി വരുമ്പോൾ ഇതിനെപ്പറ്റി ആലോചിക്കുക. അവരെവിടെ പോയി? വീട്ടിൽ. ഇത് ഗസ്റ്റ് ഹൗസാണ്. ഇത് ഇവരുടെ പേരിലാണെന്ന് അങ്ങനെ ആർക്കും അറിയില്ല. മെയിൻ ഹൗസ് വേറെയാണ്. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ എപ്പോഴും ആൾക്കാരായിരിക്കും. എന്നെ അവിടെ ഇട്ടാൽ ശരിയാകത്തില്ലെന്ന് അവർക്കറിയാം. എല്ലാവരും വിചാരിക്കുന്നത് ഞാനും അവിടെ എന്നാ. എന്നെ തപ്പി ആരെങ്കിലും വന്നാൽ മാത്രമേ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകത്തുള്ളൂ. ഇത്രയും നാളും ഇത്രയും ഗാർഡില്ലായിരുന്നു. ഇപ്പോഴാണ് ഇത്രയും. ഒരെണ്ണമൊക്കെയേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ അയാളെ എനിക്ക് പറ്റിക്കായിരുന്നു. ഇപ്പോൾ പറ്റില്ല. നീ എന്ന് വന്നപ്പോൾ ഭാഗ്യത്തിന് അയാളിവിടെ ഇല്ലായിരുന്നു. എന്നോട് മാത്രമേ ഞാൻ ഇവിടെ താമസിക്കുന്നെന്ന് പറഞ്ഞിട്ടുള്ളൂ. വേറെ ആൾക്കും അറിയില്ല. അതെന്നെ എന്നോട് പറഞ്ഞാൽ ഞാൻ ആരോടെങ്കിലും പറഞ്ഞാലോ? നിന്നെ കണ്ടപ്പോൾ അങ്ങനെ നീ പറയില്ലെന്ന് തോന്നി. എന്തായാലും അമ്മ വീട് കൊള്ളാം. ഞാനിങ്ങനെ അവധി വരുമ്പോൾ എല്ലാവരോടും ഇങ്ങനെ ഓരോരുത്തും പോയെന്നൊക്കെ പറയും. എൻ്റെ ഫോൺ കണക്ഷൻ ഇവർ കട്ടാക്കും. അപ്പോൾ ഇങ്ങോട്ട് മെസ്സേജ് ഇടുന്നവർ വിചാരിച്ചോളൂ ഞാൻ ട്രിപ്പിലാന്ന്. എൻ്റെ ഓസ്കാർ അഭിനയമൊക്കെ കൊള്ളാം. വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, എന്തിനാ നീ ഇത്ര ബുദ്ധിമുട്ട് ചിരിക്കുന്നവരുടെ മുന്നിൽ? എനിക്കിങ്ങനെ നിങ്ങളുടെ അടുത്ത് ചിരിച്ചൊക്കെ വർത്താനം പറയുമ്പോഴേ കുറച്ച് സന്തോഷം കിട്ടുന്നു. ஐயோ என திகைக்கும் மையன வியக்கும் ஐகடுக்கெல்லாம் விடுமுறையை அவள் தந்து விட்டாள். அவள் வந்து விட்டாள். I wake up back to the end of beginning. And when I'm back in Chicago I feel it. ഇതോ ആ ചെറുക്കൻ എന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. എന്താണെങ്കിലും തൻ്റെ കണ്ണങ്ങോട്ട് വേണം. മുടിയിൽ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം. എന്തെങ്കിലും ചെയ്ത് എനിക്ക് വയ്യ എനിക്ക് പുറകെ പോകാൻ. നോക്കിയോളൂ സാർ.